നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി ഇളവുകളും നിയന്ത്രണങ്ങളും ജില്ലാ കളക്ടർ പുതുക്കി നിശ്ചയിച്ചു. ശരാശരി TPR നിരക്ക് 15% മുകളിലുള്ള പ്രദേശങ്ങളാണ് D വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നന്ദമ്പറ പഞ്ചായത്തിൽ പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി പോലീസ്. പഞ്ചായത്ത് D സോണിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കുന്നത്. പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച പരിശോധന നടത്തുമെന്ന് താനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദിനേശ് കോറോത്ത് പറഞ്ഞു. ജില്ലയിൽ ഇതുവരെ 15,61,280 പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. 11,04,738 പേർ ഒന്നാം ഡോസും 4,56,542 പേർ രണ്ടാം ഡോസുമാണ് സ്വീകരിച്ചത്. വർഷങ്ങളായി മലപ്പുറം ജില്ല നേരിടുന്ന വിദ്യാഭ്യാസ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി അബ്ദുറഹിമാൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചു. നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ M. ഷൈഖ് റസൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ CPIയുടെ നേതൃത്വത്തിൽ വീടുകളിൽ ചെന്ന് അനുമോദിച്ചു. അനുമോദന ചടങ്ങ് CPI ജില്ലാ കൗൺസിൽ അംഗം APN സുബ്രഹ്മണ്യൻ VS സനുജയ്ക്ക് ഉപഹാരം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എടക്കനാട് GMUP സ്കൂളിൽ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മൊബൈൽ ഫോണുകൾ നാട്ടുകാരും സ്കൂളിലെ അധ്യാപകരും ചേർന്ന് നൽകി. ചടങ്ങിൽ പുറത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂളുകളായി പ്രഖ്യാപിച്ചു. മമ്പുറം തങ്ങളുടെ 183ാമത് ആണ്ടുനേർച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓഗസ്റ്റ് 10 മുതൽ 17 വരെ നടക്കുമെന്ന് നടത്തിപ്പുകാരായ ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി അറിയിച്ചു. മഖാം സിയാറത്ത്, കൊടികയറ്റം, മതപ്രഭാഷണങ്ങൾ, പ്രാർത്ഥനാ സമ്മേളനം, മൗലീദ് സദസ്സ് തുടങ്ങിയ വിവിധ പരിപാടികൾ നേർച്ചയുടെ ഭാഗമായി നടക്കും. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം 1,253 കോടി വർദ്ധിച്ചു. ഇതോടെ ആകെ നിക്ഷേപം 44,275 കോടിയായി. അതേസമയം പ്രവാസി നിക്ഷേപത്തിൽ അല്പം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക, സ്ത്രീപക്ഷ കേരളത്തിനായി അണിനിരക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTUയുടെ നേതൃത്വത്തിൽ തിരൂർ ഉപജില്ലാ കമ്മിറ്റി 30 കേന്ദ്രങ്ങളിൽ പ്രാദേശിക ധർണകൾ സംഘടിപ്പിച്ചു. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട അംഗങ്ങൾ തന്നെ സഭയ്ക്ക് അകത്ത് നടത്തിയ അന്യായങ്ങൾ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സഭയിൽ നിയമലംഘനം നടത്തിയതിനെ ഗൗരവമായിട്ടാണ് കോടതി വ്യാഖ്യാനിച്ചതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.